നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വേൾഡ് ഇക്കണോമിക് ഫോറത്തിനായി ദാവോസിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനം പറന്നുയർന്നതും അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിച്ച വിമാനം അടിയന്തരമായി നിലത്തിറക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പറന്നുയർന്ന വിമാനമാണ് സാങ്കേതിക തകരാർ മൂലം തിരിച്ചിറക്കിയത്. ട്രംപിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 ഇന്നലെയാണ് തിരിച്ചിറക്കിയത്. വൈദ്യുതി സംബന്ധമായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വിമാനം തിരിച്ചിറക്കിയതെന്നാണ് വിവരം. ട്രംപും സംഘവും സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയായിരുന്നു. വിമാനത്തിൽ ചെറിയ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിമാനം തിരിച്ചിറക്കിയിരിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ ട്രംപ് സഞ്ചരിച്ച വിമാനത്തിൽ ചെറിയൊരു സാങ്കേതിക പിഴവ് വന്നതുപോലും വലിയ ഗൗരവത്തോടെയാണ് വൈറ്റ് ഹൗസ് എടുത്തിരിക്കുന്നത്. കാരണം വിമാനം പറന്നുയർന്നതിന് പിന്നാലെ പ്രസ് ക്യാബിലെ ലൈറ്റുകൾ കൂട്ടത്തോടെ അണഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. എങ്ങനെയാണ് ഇത്രയേറെ സുരക്ഷാ സംവിധാനമുള്ള എയർഫോഴ്സ് 1 വിമാനത്തിൽ ചെറിയൊരു സാങ്കേതിക തകരാറുകൾ സംഭവിക്കുന്നത്? ഏതായാലും ഇപ്പോൾ ലൈറ്റുകൾ കൂട്ടത്തോടെ അണഞ്ഞതോടെ പ്രസിഡന്റും സംഘവും മറ്റൊരു വിമാനത്തിലാണ് യാത്ര തുടർന്നത്. 4 പതിറ്റാണ്ടുകളായി എയർഫോഴ്സ് 1 സർവീസ് നടത്തുന്നുണ്ട്. ചെറിയ വൈദ്യുതി പ്രശ്നമുണ്ടായതായി ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിയുക്ത വിമാനമായ എയർഫോഴ്സ് 1 ചൊവ്വാഴ്ച പെട്ടെന്ന് യു-ടേൺ എടുത്ത് ജോയിന്റ് ബേസ് ആൻഡ്രൂസിലേക്ക് മടങ്ങിയത്. എന്നിരുന്നാലും മണിക്കൂറുകൾക്ക് ശേഷം പ്രസിഡന്റ് വിമാനം മാറ്റി സ്വിറ്റ്സർലാൻഡിലെ നഗരത്തിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിപ്പോൾ ഇത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അതെ. ഇന്നത്തെ സാഹചര്യത്തിൽ ട്രംപിന് നേരെ ഏത് നിമിഷവും ചീറിപ്പായുന്ന വെടിയുണ്ടകൾ ജീവനെടുക്കുമെന്നുള്ള ഭയം നിഴലിക്കുന്നത് കൊണ്ട് വളരെ ഗൗരവത്തോടെയാണ് വൈറ്റ് ഹൗസ് ഇതിനെ എടുത്തിരിക്കുന്നത്. ലോകത്ത് ഒരു രാജ്യവും നടത്താത്ത വെല്ലുവിളിയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇറാൻ മുഴക്കിയിരിക്കുന്നത്. അതായത് ഇറാൻ ആക്രമിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെ വധിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണിത്. 2024 പെൻസിൽവാനിയയിൽ നടന്ന ഒരു പ്രചാരണ റാലിയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പ്രകോപനപരമായ ചിത്രം സംപ്രേഷണം ചെയ്തുകൊണ്ട് ഇത്തവണ ബുള്ളറ്റ് മിസ് ചെയ്യില്ല എന്നാണ് ഇറാൻ സ്റ്റേറ്റ് TV അമേരിക്കൻ പ്രസിഡന്റിന് നേരെ നേരിട്ട് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ മാത്രമല്ല അമേരിക്കൻ ഉന്നതരെയും ഞെട്ടിച്ച പ്രകോപനമാണിത്. അതുകൊണ്ട് ട്രംപിന്റെ സുരക്ഷാ വിഭാഗം വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനലിൽ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ ഒരു ഭീഷണി മുഴക്കിയത്. രക്തം ചിതറുന്ന ട്രംപിന്റെ ചെവിക്ക് സമീപം സുരക്ഷാ ഏജന്റുമാർ വലയം ചെയ്തിരിക്കുന്ന ഫോട്ടോയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊപ്പമാണ് ഇത്തവണയും അത് ലക്ഷ്യം തെറ്റില്ല എന്ന പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഒരു ഭയാനകമായ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് പേർഷ്യൻ പോരാളികൾ പണി തുടങ്ങിയോ? ബുള്ളറ്റ് മിസ് ചെയ്യില്ല എന്ന ഞെട്ടിക്കുന്ന സന്ദേശം ഇറാൻ ഔദ്യോഗിക TVയിൽ സംപ്രേഷണം ചെയ്തതിനു ശേഷമാണ് ഇറാനെതിരായി കഴിഞ്ഞ ദിവസം രാത്രി നടത്താൻ നിശ്ചയിച്ച ആക്രമണത്തിൽ നിന്നും താൽക്കാലികമായാണെങ്കിൽ പോലും അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നത്. ഇറാനെതിരായ ഏതൊരു സൈനിക നടപടിയും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വൻ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും ഈ പിന്മാറ്റത്തിന് പിന്നിലുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാന സൈനിക ശക്തിയായ ഇറാനെ ആരാക്രമിച്ചാലും പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ റഷ്യ അവരുടെ തന്ത്രപ്രധാന ഇന്റലിജൻസ് വിവരങ്ങൾ ഇറാന് കൈമാറി തുടങ്ങിയതും അമേരിക്കയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഇന്റലിജൻസ് വിവരങ്ങളും ടെക്നോളജിയും ഇറാന് ലഭ്യമാകുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്ക് നേരെ കൃത്യതയാർന്ന ആക്രമണം നടത്താൻ ഇറാനെ പര്യാപ്തമാക്കുന്നതാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് ട്രംപ് മുൻപോട്ട് പോകുന്നത്. ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ട്രംപ് ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തന്റെ ശ്രമത്തിന്റെ പേരിൽ യൂറോപ്യൻ നേതാക്കളുമായി ഒരു ഏറ്റുമുട്ടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് എയർഫോഴ്സ് 1 ജീവനക്കാർക്ക് ഒരു ചെറിയ വൈദ്യുതി പ്രശ്നം തിരിച്ചറിയാനും അതീവ ജാഗ്രത പാലിക്കാനും തീരുമാനിച്ചപ്പോഴാണ് ജോയിന്റ് ബേസ് ആൻഡ്രൂസിലേക്ക് മടങ്ങാനുള്ള തീരുമാനമെടുത്തതെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞത്. പറന്നുയർന്ന് അരമണിക്കൂറിന് ശേഷം വിമാനത്തിന്റെ പ്രസ് ക്യാബിനിലെ ലൈറ്റുകൾ അണഞ്ഞു പോയതായും വിമാനത്തിലുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടർ പറഞ്ഞു. എന്നാൽ ഉടൻ തന്നെ വിശദീകരണമൊന്നും നൽകിയില്ല. പറന്നുയർന്ന് അരമണിക്കൂറിന് ശേഷം വിമാനം വീണ്ടും തിരിയുമെന്ന് റിപ്പോർട്ടർമാരോട് പറഞ്ഞു. ട്രംപ് മറ്റൊരു വിമാനത്തിൽ കയറി ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിലേക്കുള്ള യാത്ര തുടരും. ഇന്ന് അദ്ദേഹം വാർഷിക യോഗത്തെ അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുകയാണ്. 2 വിമാനങ്ങളും പ്രസിഡൻഷ്യൽ വാഹനമായി എയർഫോഴ്സ് 1 ഏകദേശം 4 പതിറ്റാണ്ടുകളായി സർവീസിലുണ്ട്.
റേഡിയേഷൻ ഷീൽഡിംഗ്, ആന്റി മിസൈൽ സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെ നിരവധി ആകസ്മിക സാഹചര്യങ്ങളെ നേരിടാൻ പ്രസിഡന്റിന് അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ അവ വളരെയധികം പരിഷ്കരിച്ചിട്ടുണ്ട്. പ്രസിഡന്റിന് സൈന്യവുമായി സമ്പർക്കം പുലർത്താനും ലോകത്തെവിടെയും നിന്നും ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും കഴിയുന്ന വിവിധ ആശയവിനിമയ സംവിധാനങ്ങളും അവയിൽ ഉൾപ്പെടുന്നു. ബോയിംഗ് വിമാനങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിപാടിക്ക് നിരവധി കാലതാമസങ്ങൾ നേരിടേണ്ടി വന്നു. അതേസമയം ഖത്തർ ഭരണകൂടം കഴിഞ്ഞ വർഷം ട്രംപിന് ഒരു ആഡംബര ബോയിംഗ് 7478 ജംബോ ജെറ്റ് സമ്മാനമായി നൽകിയിരുന്നു. എയർഫോഴ്സ് 1 ഫ്ലീറ്റിൽ ഇത് ചേർക്കാൻ തീരുമാനിച്ചു. വലിയ പരിശോധനയ്ക്ക് വിധേയമായ ഒരു നീക്കമായിരുന്നു അത്. സുരക്ഷാ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ആ വിമാനം നിലവിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയിരുന്ന വ്യോമസേനാ വിമാനവും ഒരു മെക്കാനിക്കൽ തകരാറിനെ തുടർന്ന് വാഷിംഗ്ടണിലേക്ക് മടങ്ങേണ്ടി വന്നിരുന്നു. ഒക്ടോബറിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത് സഞ്ചരിച്ചിരുന്ന ഒരു സൈനിക വിമാനവും വിൻഷീൽഡിൽ പൊട്ടിയതിനെ തുടർന്ന് യുണൈറ്റഡ് കിങ്ഡത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തി. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനും ഗ്രീൻലാൻഡ് വാങ്ങാൻ ഒരു കരാർ ഉണ്ടാകുന്നതുവരെ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തെ ചൊല്ലി യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ സംഘർഷങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ദാവോസിൽ ട്രംപിന്റെ സാന്നിധ്യം. ജാനുവരി 19 ആരംഭിച്ച് ജാനുവരി 23 വരെ നീണ്ടു നിൽക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ ആഗോള നേതാക്കളെയും ബിസിനസ് പ്രമുഖരെയും ദാവോസ് ആതിഥേയത്വം വഹിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇറാനെതിരെയും ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട്. തന്നെ വധിച്ചാൽ അമേരിക്ക ഇറാനെ തുടച്ചു നീക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. സമാധാനത്തിനും സംഘർഷത്തിനും ഇടയിലുള്ള ഇടനാഴിയിൽ കൂടിയാണ് ഇരു രാജ്യങ്ങളും സമീപ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. തനിക്ക് നേരെയുള്ള വധശ്രമത്തിന് പിന്നിൽ ഇറാൻ ആണെന്ന് കണ്ടെത്തിയാൽ ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ തന്റെ ഉപദേഷ്ടാക്കൾക്ക് നിർദ്ദേശം നൽകിയതായി ട്രംപ് മുൻപും പറഞ്ഞിരുന്നു. ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് അയത്തുള്ള അലി ഖമനേയി കുറ്റപ്പെടുത്തിയതിന് പിന്നാലെ ട്രംപ് അദ്ദേഹത്തെ രോഗി എന്ന് വിളിച്ചു. ഇതിന് പ്രതികരണവുമായി ഇറാന്റെ സൈനിക ജനറൽ അബു ഫസൽ ഷിഖാർച്ചി രംഗത്ത് വന്നു. തങ്ങളുടെ നേതാവിന് നേരെ കൈ നീട്ടിയാൽ ആ കൈ വെട്ടുക മാത്രമല്ല, ഒരു സുരക്ഷിത താവളവും അവശേഷിപ്പിക്കാതെ അവരുടെ ലോകം തന്നെ കത്തിക്കുമെന്നാണ് ഷിഖാർച്ചി പറഞ്ഞത്. പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ സൈനിക നീക്കങ്ങൾ സജീവമാക്കുകയാണ് അമേരിക്ക. ദക്ഷിണ ചൈന കടലിലുണ്ടായിരുന്ന വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ 3 ഡിസ്ട്രോയറുകൾക്കൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയെ കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നതെന്ന് സ്ഥിരീകരണമില്ലെങ്കിലും ദിവസങ്ങൾ മാത്രം ദൂരെയാണ് ഈ ഒരു മേഖല. അതായത് പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സമാധാനം വീണ്ടും വന്നിട്ടില്ല. ഇപ്പോഴും ഏത് നിമിഷവും ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ട്രംപ് സഞ്ചരിച്ച വിമാനത്തിന് നേരെ ഇത്തരത്തിൽ ചെറിയൊരു സാങ്കേതിക പിഴവ് സംഭവിക്കുന്നത്.